ഹലോ നമസ്കാരം. ഹോലാവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ചേഞ്ചസ് നടന്ന ഒരു മാസമാണ് കഴിഞ്ഞ മാസം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്യുകയുണ്ടായി. നമ്മുടെ നാട്ടിലെ നീറ്റ് എക്സാമിനെ പറ്റിയുള്ള സമരങ്ങളുണ്ടായി. ഒരുപാട് പേരൻസും കുട്ടികളും വിഷമിച്ച് ഒരു മാസം കൂടിയായിരുന്നു. സന്തോഷിക്കുകയും ചെയ്യും ഒരുപോലെ. അതായത് ഓസ്ട്രേലിയയിലെ നമ്മൾ വിസ കണ്ടീഷൻസ് അൺപ്രഡിക്റ്റബിളായിട്ട് മാറിയ ഒരു കാലഘട്ടമായിരുന്നത്. ഞങ്ങളും ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടു. കഴിഞ്ഞ ഒരു 5 വർഷത്തിലെ ഏറ്റവും കൂടുതൽ അൺപ്രഡിക്റ്റബിലിറ്റി ഞങ്ങൾക്ക് തോന്നിയ ഒരു സമയമായിരുന്നു. ആൻഡ് ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് വന്നത്. സോ പോസിറ്റീവ് ഔട്ട്കംസ് ഒത്തിരി ഉണ്ടായി. എന്നാലും അതിൽ 1-2 നെഗറ്റീവ് വാർത്തകളും, അതായത് 2 റിജക്ഷൻ നമുക്ക് നേരിടേണ്ടി വന്നു ഈ റീസെൻ്റായിട്ട്. സാധാരണ രീതിയിൽ നമുക്കിങ്ങനെ ഒരു റിജക്ഷനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യം വരാറില്ലായിരുന്നു. അപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് നോട്ടിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു ഓസ്ട്രേലിയ ഇസ് നോട്ട് ദാറ്റ് ഈസി. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ റിജക്ഷൻ വരും. ഇനി എല്ലാം ക്ലിയർ ആയിട്ടുള്ളവരും ഒരു ലോ പേയിങ് ട്യൂഷൻ ഫീ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാരണവുമില്ലാണ്ട് റിജക്ഷൻ ജസ്റ്റിഫയബിൾ അല്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ഈ ലോ ട്യൂഷൻ ഫീ പേയിങ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള നമ്പർ ഓഫ് ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു റിജക്ഷൻ പാറ്റേൺ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ആ ഇൻടേക്കിൽ തന്നെ ഇൻഎലിജിബിളായിട്ടുള്ള പ്രൊഫൈൽസ് ഒത്തിരി കയറി വന്നതോ റെഡ് ഫ്ലാഗ്സ് ഒക്കെ അടിച്ചതോ ഒക്കെ കൊണ്ടാവാം. അങ്ങനെ ബയസ്ഡ് ആവാം. അപ്പം ഞാൻ പറയുന്നത് ഈ വിസ റിജക്ഷൻ പാറ്റേൺ കുറച്ച് അവിടുത്തെ മനുഷ്യരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കേസ് ഓഫീസേഴ്സ് അവരെടുക്കുന്ന ഡിസിഷൻ പോലെ ഇരിക്കും. നേരത്തെ ഇതേ പാറ്റേണിലുള്ള ഒരു പ്രൊഫൈലിന് എന്തെങ്കിലും റെഡ് ഫ്ലാഗ് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ റിജക്ഷൻ വരാം. അവിടെ ഇരിക്കുന്ന കേസ് ഓഫീസറിന് ഈ പ്രൊഫൈൽ നേരത്തെ കണ്ടിട്ടുള്ള ഏതോ ഒരു നോൺ ജെനുവിൻ പ്രൊഫൈലിൻ്റെ പോലെ തോന്നിയെങ്കിൽ റിജക്ഷൻ വരാം. ഇങ്ങനെ നമുക്ക് ചിലപ്പോഴൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റിജക്ഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് റിജക്ഷൻ വരുന്നത് വളരെ കുറവാണ്. 15 ലാഖിൻ്റെ വാർഷിക വരുമാനം, 50 ലക്ഷത്തിൻ്റെ ഫണ്ട്, അതിൽ 15 ലക്ഷം രൂപയുടെ തന്നെ ലിക്വിഡ് ഫണ്ട്, ഇതൊക്കെ കാണിക്കാൻ പറ്റുവാണെങ്കിൽ സേഫാണ്. ഇനി അഥവാ നമുക്ക് റിജക്ഷൻ കിട്ടിയ ഒരു ഫയലിനാണ് എന്ത് ചെയ്യണം, അതാണ് ഞാൻ കൂടുതലും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് വരുന്ന ഡേറ്റയിൽ, നമുക്ക് വരുന്ന ക്ലയൻസിൽ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന പ്രോഗ്രാം ബാച്ചലർ ഓഫ് നഴ്സിംഗും മാസ്റ്റർ ഓഫ് നഴ്സിംഗും പ്രോഗ്രാമാണ്. അത് ആഗ്രഹിച്ചാണ് ഒരുപാട് പേര് വരുന്നത്. കാരണം ഓസ്ട്രേലിയ പോലെയുള്ള ഒരു വെസ്റ്റേൺ കൺട്രിയിൽ എത്തിപ്പെടാനായിട്ട് പെർമനൻറ്റ് റെസിഡൻസി കിട്ടാൻ ഒക്കെ ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും, പിന്നെ നമ്മുടെയൊക്കെ തന്നെ പേരൻസും ഫാമിലി മെമ്പേഴ്സും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള നോബിളായിട്ടുള്ള പ്രൊഫഷനാണ് നഴ്സിംഗ്. പലരുടെയും കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് നഴ്സിംഗ് പഠിച്ചിട്ടാണ്. അപ്പം ഈ ഒരു നഴ്സിങ്ങിനോടുള്ള കേരളീയരുടെ താല്പര്യം വളരെ വലുതാണ്. അത് എല്ലാവർക്കും അറിയാം, യൂണിവേഴ്സിറ്റീസിനും അറിയാം, ഓസ്ട്രേലിയയിലുള്ള ആശുപത്രികൾക്കും അറിയാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല നഴ്സിംഗ് സൂപ്രണ്ടന്മാരും അല്ലെങ്കിൽ ആശുപത്രികളിലെ നഴ്സിംഗ് ഹെഡ്സ് എല്ലാം മലയാളീസ് കുറേ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മലയാളി നഴ്സുമാരെ ഒത്തിരി ഇഷ്ടമാണ്. മലയാളം പറയുന്നത് ചിലപ്പോൾ തമാശകളായിട്ട് ഇവിടുത്തെ അസോസിയേഷനുകളുടെ ഓണപ്പരിപാടിക്കുമൊക്കെ പറയാറുണ്ട്, മലയാളം ആണ് ആശുപത്രിയിലെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന്. അപ്പോൾ അങ്ങനൊരു രീതിയുണ്ട്, രോഗികൾ മലയാളം പഠിക്കുന്നു എന്ന് വരെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ നഴ്സിങ്ങിനോടുള്ള നമ്മുടെ താല്പര്യം വലുതാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നഴ്സിംഗ് ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണവും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓസ്ട്രേലിയക്ക് എലിജിബിൾ റിസ്ക് ഫാക്ടർ ഉണ്ട് എന്ന് ഏജൻസി പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു മനസ്സ് കാണിക്കുക. ഏതെങ്കിലും ഒരാൾ ഞങ്ങൾക്കിത് ശരിയാക്കി തരാം എന്ന് പറയുമ്പോൾ ഒരു 4 ഏജൻസി നോ പറയുമ്പോൾ ഒരു ഏജൻസി യെസ് പറയുന്നിടത്തേക്ക് നിങ്ങൾ ഓടിപ്പോയാൽ അവിടെ ടോസ് ഇട്ട് നോക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അവിടെ പോയി നിങ്ങൾ ആപ്ലിക്കേഷൻ അവിടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാതിരിക്കാം. അപ്പോൾ അതിൽ 50-50 ചാൻസ് പോലും ചിലപ്പോൾ കാണത്തില്ല. അപ്പം അത് നിങ്ങൾ അസസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു തരാനേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. നമ്മൾ പറയുന്നത് ബേസ്ഡ് ഓൺ അനലറ്റിക്സ് ആണ്. ഇത്രയും പഠിച്ചിട്ട് ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. അല്ലാത്ത പക്ഷം റിസർച്ച് ചെയ്യുന്നവരെ പറയുന്നത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. പലരിൽ നിന്ന് അഭിപ്രായം എടുക്കുക. ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ പ്രൊഫൈൽ ശരിയാക്കി തരാമെന്ന് പറയുന്നത് കേട്ട് മാത്രം തീരുമാനം എടുക്കരുത്. ഞാനിത് പറയാൻ കാരണം, നമ്മൾ എടുക്കുകയില്ല എന്ന് പറഞ്ഞ പല പ്രൊഫൈലുകൾ വേറെ ഏജൻസികളിൽ പോയി റിജക്ഷൻ കിട്ടിയിട്ട് തിരിച്ചു വരുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ആ ഒരു പാറ്റേൺ ഒത്തിരി കാണുമ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് വിശ്വാസം എപ്പോഴാണ് റിജക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വീഡിയോ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. റിജക്ഷൻ ആയിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന അടുത്ത ഓപ്ഷൻ അപ്പം ഞങ്ങളെ വിശ്വാസമാണ് റിജക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ. അപ്പോൾ അന്നേരം ന്യൂസിലൻഡ്, UK
ആ ഓപ്ഷൻസ് റിജക്ഷൻ കിട്ടിയ പ്രൊഫൈലുകൾക്ക് പോകാൻ പറ്റുന്ന ഓപ്ഷനാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിന് വീക്ക്നെസ് ഉണ്ടെങ്കിൽ ഒരു റിജക്ഷൻ മേടിച്ച് സമയം കളയുന്നതിനേക്കാളും നല്ലത് നേരെ അപ്ലൈ ചെയ്യുന്നതാണ്. ഇനി റിജക്ഷൻ കിട്ടിയാലും നിങ്ങൾക്ക് ന്യൂസിലൻഡിലും UK-യിലേക്കും ആപ്ലിക്കേഷൻ ഇടാൻ നിങ്ങളുടെ പ്രൊഫൈൽ സ്ട്രോങ് ആയിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാം. അതുപോലെ PTEക്ക് നിങ്ങൾ അല്ലെങ്കിൽ IELTSന് നിങ്ങൾ ഉദ്ദേശിച്ച സ്കോർ ആയിട്ടുള്ള 7 ബാൻഡ് ഇൻ IELTS ഓർ PTE നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് 6.5 ഓവറോളും 6 ഇൻഡിവിജ്വലും വെച്ചിട്ട് ഓസ്ട്രേലിയയിലല്ലാതെ ന്യൂസിലൻഡിലും UK-യിലും പഠിക്കാൻ പറ്റും. എന്താണ് ഞാൻ ന്യൂസിലൻഡും UK-യും മാത്രം പറയുന്നത്, കാനഡയും USA-യും പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫീ വൈസ് ഓസ്ട്രേലിയക്കാളും അവിടെയൊക്കെ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുമ്പോൾ ഫീസ് കൂടുതലാണ് എന്ന് മാത്രമല്ല, പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് NCLEX-RN എക്സാം എഴുതിയാൽ മാത്രമേ ആ രാജ്യത്ത് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതൊരു കടമ്പയാണ്. അപ്പം ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റൊക്കെ ആയിട്ടുള്ള ഒരാൾക്ക് NCLEX-RN പിന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ടഫായിട്ട് കാണാറുണ്ട്. അപ്പം അതിനേക്കാളും എളുപ്പം നമുക്ക് ന്യൂസിലൻഡിലും UK-യിലും NCLEX-RN പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇംഗ്ലീഷ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ രജിസ്ട്രേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് ഈ 2 രാജ്യങ്ങളും. അപ്പോൾ ഈ 2 രാജ്യങ്ങളിലും രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓസ്ട്രേലിയ ഇഷ്ടം. അപ്പം ഞാനെന്തിനാണ് അവിടെ പഠിക്കുന്നതെന്ന് ചോദിക്കുന്നവരോട് ഞാൻ വീണ്ടും പറയുകയാണ്, ഓസ്ട്രേലിയയിലേക്ക് ന്യൂസിലൻഡ്, അയർലൻഡ്, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പഠിക്കുന്നവർക്ക് 1 ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഈ പറഞ്ഞ ഏതെങ്കിലും രാജ്യങ്ങളിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യും. ആ രാജ്യങ്ങളിൽ 1 ഇയർ ഓഫ് എക്സ്പീരിയൻസും ആ രാജ്യത്തെ രജിസ്ട്രേഷന് ശേഷം 1 ഇയർ ഓഫ് എക്സ്പീരിയൻസ് ആ രാജ്യത്ത് നേടുകയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് ഡയറക്റ്റ്ലി രജിസ്ട്രേഷന് എലിജിബിളാണ്. നിങ്ങൾക്ക് NCLEX-RN മോസ്കി പരീക്ഷയും എഴുതേണ്ടതില്ല എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജാണ്. അപ്പം 3 വർഷത്തെ എഡ്യൂക്കേഷൻ തന്നെ ഓസ്ട്രേലിയയിലെ പോലെ തന്നെ നിങ്ങൾക്ക് ന്യൂസിലൻഡിലും UK-യിലും പഠിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഓപ്ഷൻ ബ്രില്യൻ്റായിട്ട് സമയം കളയാണ്ട് നമുക്ക് ഇംഗ്ലീഷ് എക്സാമിന് വേണ്ട സ്കോർ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഗോ ഫോർ ന്യൂസിലൻഡ് ആൻഡ് UK. നമ്മൾ ആപ്ലിക്കേഷൻസ് ഇഷ്ടം പോലെ ഇടുന്നുണ്ട്. ഞങ്ങളതിൽ പ്രോ ആണ്. ഓസ്ട്രേലിയ എത്ര ഉത്തരവാദിത്തോടെ ചെയ്യുന്നു അത്ര ഉത്തരവാദിത്തോടെ തന്നെ ന്യൂസിലൻഡും UK-യും ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ നഴ്സിങ്ങിന് നമ്പേഴ്സ് ഓസ്ട്രേലിയക്ക് ഇടുന്ന അത്രയും തന്നെ നമ്പേഴ്സ് നമുക്ക് ന്യൂസിലൻഡ് ആൻഡ് UK കമ്പൈൻഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മളുടെ എക്സ്പെർട്ടൈസ് ഇസ് ഗ്രോയിങ്. ന്യൂസിലൻഡ് UK നമുക്ക് ഓസ്ട്രേലിയ എത്ര കോൺഫിഡൻസോടെ ചെയ്യാമോ അത്രയും തന്നെ കോൺഫിഡൻസിൽ ന്യൂസിലൻഡും UK-യും നമുക്ക് ചെയ്യാൻ സാധിക്കും. വീണ്ടും സ്കോർ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, 6.5 ഓവറോൾ 6 ഇൻഡിവിജ്വൽ. ഈ സ്കോറിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ കൂടുതൽ സ്ഥലങ്ങളിലും നമുക്ക് 58 PT-യുടെ സ്കോറാണ്, അല്ലെങ്കിൽ 6.5 ഓവറോൾ 6.5 ഇൻഡിവിജ്വൽ. ഈ സ്കോറിലാണ് കൂടുതലിടത്തും അഡ്മിഷൻ പോകുന്നത്. വെറാസ് നമുക്ക് ഓസ്ട്രേലിയയിൽ 7 ബാൻഡ് ഇക്വലൻ്റ് വേണം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക. എത്രയും പെട്ടെന്ന് നഴ്സിങ്ങിൻ്റെ സ്കോർ നിങ്ങൾക്ക് കിട്ടുന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾ വേറൊരു പ്രോഗ്രാമിലേക്ക് മാറേണ്ട ആവശ്യമില്ല. നഴ്സിംഗ് ആഗ്രഹിച്ച് വരുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് സ്കോർ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് കൺട്രി വിച്ച് ഇസ് ന്യൂസിലൻഡ് ആൻഡ് UK. ആൻഡ് UK-ക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് ഉണ്ട്. നിങ്ങൾക്ക് ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒന്നും ന്യൂസിലൻഡിനെ പോലെ കാണിക്കേണ്ടതും വരുന്നില്ല. നിങ്ങൾക്കത് അറിയാമല്ലോ. അപ്പം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ് ഈ 3 രാജ്യങ്ങൾക്കും ഞാൻ പറഞ്ഞ മാജിക് നമ്പേഴ്സോ അതിനേക്ക് ഇക്വലൻ്റായിട്ടോ അടുത്ത് നിൽക്കുന്ന നമ്പേഴ്സോ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ UK-ക്ക് അത്രയും ഇപ്പോൾ പ്രോബ്ലം വരുന്നില്ല. UK-യുടെ ഞാൻ വലിയൊരു എൻഡോഴ്സ്മെൻറ്റ് നടത്തുമല്ല. UK-ക്ക് ഹെൽത്ത് സെക്ടർ ടീച്ചിങ് ഇത് പഠിക്കാൻ UK സ്റ്റിൽ ഒരു നല്ല കൺട്രി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ UK-യുടെ ബാക്കിയുള്ള പ്രോഗ്രാംസിനെ പറ്റി ഒത്തിരി പറയാറില്ല. UK-യിലേക്ക് പോകേണ്ടത് സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ, എബോവ് ആവറേജ് നിൽക്കുന്ന കുട്ടികൾ, പഠിക്കാൻ മിടുക്കരായിട്ടുള്ള കുട്ടികൾ UK പോയാൽ അവർ പരാജയപ്പെടുത്തില്ല. നമ്മൾ UK-യെ പറ്റി നെഗറ്റീവ് പറയുന്നത് നമുക്ക് പഠിക്കാൻ ജസ്റ്റ് ബെയർ മിനിമം മാർക്സുമായിട്ടും 50, 55%, 60% മാർക്കുള്ളൊരു മാസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അവരൊക്കെ എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഫണ്ട് അധികം കാണിക്കാണ്ട് പോകാൻ പറ്റുന്ന ഒരു രാജ്യമാണ് UK എന്നുള്ളതുകൊണ്ടും നമ്മുടെ ഏജൻസിന് പ്രോസസ്സ് വളരെ എളുപ്പമായതുകൊണ്ടും അവരും പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് UK-യിലേക്ക് ഒരു ബിഗ് നമ്പർ ഓഫ് ഫ്ലോ നടക്കുന്നുണ്ട്. പക്ഷേ ഹോല വേൾഡ് വഴി പോയ സ്മാർട്ടായിട്ടുള്ള പല കുട്ടികളും UK-യിൽ ജോലി ചെയ്യുന്നുണ്ട്. നല്ല പൊസിഷനിൽ ഗവൺമെൻറ് സെക്ടറിലുമൊക്കെ എൻജിനീയേഴ്സായിട്ടും റിന്യൂവബിൾ എനർജി എക്സ്പേർട്സായിട്ടും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ സ്പെഷ്യലൈസ് ഫീൽഡുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുടെ വീഡിയോസ് കാണാറുണ്ട് UK-യിൽ പോയിട്ട് ജോലി കിട്ടുന്നില്ല എന്നുള്ളത്. നമ്മളുടെ കുട്ടികളാരും നമ്മളങ്ങനെ വിളിച്ച് പറയാറില്ല ബുദ്ധിമുട്ട് കിട്ടുന്നില്ല എന്നൊക്കെ. റെലവൻറ്റ് ഫീൽഡിൽ അവർ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാവരും ഏൺ ചെയ്യുന്നൊക്കെ ഉണ്ട്.
റെലവൻറ്റ് ഫീൽഡിൽ ഇപ്പം നമ്മൾ പോയേക്കുന്ന കുട്ടികൾ നമുക്ക് UK ആ സമയത്ത് വളരെ കുറച്ച് പേരെ പോയിട്ടുള്ളൂ, പോയവരൊക്കെ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രക്ഷപ്പെട്ടവർ സ്റ്റോറീസ് പലപ്പോഴും ഷെയർ ചെയ്യുന്നില്ല. രക്ഷപ്പെടാത്തവരാണ് വ്ളോഗും ചെയ്ത് ഇവിടെ എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ ഈയിടെ വളരെ റീസെൻ്റായിട്ടൊരു വീഡിയോ കണ്ടിരുന്നു. UK പോയ ഒരു കുട്ടി, ഏജൻസി ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, ഇവിടെ ബസ്സിന് നമുക്ക് ബസ് കൂലി കൊടുക്കണം, ഇതെല്ലാം ഫ്രീ ആണെന്നാണ് പുള്ളി വിചാരിക്കുന്നത് ആ സ്റ്റുഡൻറ്റ്. കാരണം ഇത്രയും ഫീസ് കൊടുത്ത് പഠിക്കുന്നതല്ലേ, അപ്പം ഞങ്ങൾ ഇതെല്ലാം കൊടുക്കണോ? പക്ഷേ അങ്ങനത്തെ ഒരു എന്താ പറഞ്ഞത്, ആൾ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം ആൾക്ക് അറിവില്ല, ആൾക്ക് വേണ്ടത്ര ചിന്താശേഷിയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഏജൻസിയെ കുറ്റം പറയാനായിട്ട് അവർക്ക് ഭയങ്കര എളുപ്പമാണ്. അത് നമ്മുടെ സ്റ്റുഡൻറ്റും അല്ല ഞാൻ പറയുന്നത്, ഒരു ജനറിക്കായിട്ട് അവർ ആ ഏജൻസിയുടെ പേരുൾപ്പെടെ പറഞ്ഞ് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനത് കാണുമ്പോൾ ഓർക്കും ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്, എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. ഇന്നത്തെ കാലത്ത് എല്ലാം വിരൽത്തുമ്പിലുള്ള സമയമാണ്. AI നമുക്കൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ AI ആൻസർ തരും, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആൻസർ തരും. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലും റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ പഠിക്കാൻ വന്നത്. അപ്പം ഞാൻ കുട്ടികളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് ചെയ്യുക, ഒരിക്കലും വേറൊരാളെ പറഞ്ഞത് കേട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അപ്പം നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ റിസർച്ചിൻ്റെ ഫലമായിട്ട് തന്നെ ആയിരിക്കണം. അത് ഗൈഡ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഗൈഡൻസ് തരുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ എത്തുക, അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് കേട്ടിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. സോ ബിവെയർ ആൻഡ് മേക്ക് ദ റൈറ്റ് ചോയ്സ്. നേഴ്സിംഗ് കിട്ടാത്തവർ നേഴ്സിംഗിൽ ഓസ്ട്രേലിയ പഠിക്കണമെന്ന് വാശി പിടിക്കരുത്. നഴ്സിംഗ് തന്നെ മറ്റ് രാജ്യങ്ങളിൽ പഠിക്കാം എന്നുള്ളത് ഒന്നും കൂടി ഓർപ്പിച്ചോട്ടെ. അതിനുശേഷം ഓസ്ട്രേലിയക്ക് വരാനുള്ള സുവർണാവസരം എപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ ഡോണ്ട് ലൂസ് ദ ഹോപ്പ്, ജസ്റ്റ് മേക്ക് ദ റൈറ്റ് ചോയ്സ്. അപ്പോൾ ന്യൂസിലൻഡിൽ നമുക്ക് IELTSൻ്റെ 6.5 സ്കോർ വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന നഴ്സിംഗ് പ്രോഗ്രാമുകളാണ് ഞാൻ ഇപ്പോൾ റീഡ് ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ് വേൾഡ് റാങ്കിങ് 65 ഫെബ്രുവരി ഇൻടേക്കിലേക്ക് അവൈലബിൾ ആണ്. 12th with good academic performance, science preferred, English proficiency and interview process may apply. 6.5 overall, individual 6 സ്കോർ മാത്രം മതി യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡിൽ അഡ്മിഷൻ കിട്ടാനായിട്ട്. PT-യുടെ സ്കോഴ്സ് 58 ഓവറോളും 50 ഇൻഡിവിജ്വലുമാണ്. അടുത്തത് ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി. ഇതും ഓക്ലൻഡിൽ തന്നെയുള്ള യൂണിവേഴ്സിറ്റിയാണ്. 412 വേൾഡ് റാങ്കിങ്. ബാച്ചലർ ഓഫ് ഹെൽത്ത് സയൻസ് നഴ്സിംഗ് ഫെബ്രുവരി ആൻഡ് ജൂലൈ ഇൻടേക്കിലേക്ക് ഇത് അവൈലബിൾ ആണ്. 12th with science subject satisfactory academic results എന്നേ പറഞ്ഞിട്ടുള്ളൂ. IELTS 6.5 ഓവറോൾ, 6.5 ഇൻഡിവിജ്വൽ വേണം. PT-ക്ക് 58 എന്നുള്ള സ്കോർ മതിയാവും. അടുത്തതായിട്ട് മാസി യൂണിവേഴ്സിറ്റി 239 വേൾഡ് റാങ്കിങ് ബാച്ചലർ ഓഫ് നഴ്സിംഗ് ഫെബ്രുവരി ഇൻടേക്ക്. 12th with science background, good academic performance, 6.5, 58 for PT സ്കോർ മതിയാവും. അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് വൈക്കാറ്റോ, യൂണിടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മെനക്കാവോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇവിടെ മൂന്നും ഫെബ്രുവരി ആൻഡ് ജൂലൈ ഇൻടേക്കിലേക്ക് ലാസ്റ്റ് പറഞ്ഞ 2 പേരുകളും അവൈലബിൾ ആണ്. 12th with science subjects health and police clearance. ലാസ്റ്റ് പറഞ്ഞ മെനക്കാവോ യൂണിവേഴ്സിറ്റിയിൽ ബയോളജി കെമിസ്ട്രി പ്രിഫേർഡ് ആണ്. 12th ഹെൽത്ത് ഡിക്ലറേഷനും പോലീസ് ചെക്കും വേണം. എല്ലായിടത്തും ഞാൻ ഇപ്പോൾ പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് എല്ലാം 6.5 ഇൻഡിവിജ്വൽ, ഓവറോൾ 6.5, 58 PT-യിൽ സ്കോറും മതിയാവും. അപ്പോൾ ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ന്യൂസിലൻഡിൽ പോയി പഠിച്ചിട്ട് അവിടെ സ്റ്റേ ബാക്ക് 3 years കിട്ടുന്നുണ്ട് ബാച്ചലർ ഓഫ് നഴ്സിംഗിന്. അത് മാത്രമല്ല അവിടുത്തെ PR കണ്ടീഷൻസ് ഓസ്ട്രേലിയയെക്കാളും എളുപ്പമായി വരുവാണ് ഈ ഓഗസ്റ്റ് മുതൽ. അതിൻ്റെ ന്യൂസ് ഞാൻ ഉടനെ അത് പബ്ലിഷ് ആയി കഴിഞ്ഞാൽ, അത് സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. വൈ ന്യൂസിലൻഡ് ഈസ് ഗോയിങ് ടു ബി എ ഗോൾഡൻ പീരിയഡ് ഫോർ സ്റ്റഡി അബ്രോഡ്. ആൻഡ് മാസ്റ്റേഴ്സിന് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ്, വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഓഫ് വെല്ലിംഗ്ടൺ, യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോ, മാസി യൂണിവേഴ്സിറ്റി, ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ഇവിടെ എല്ലാം മാസ്റ്റർ ഓഫ് നഴ്സിംഗ് പ്രോഗ്രാം അവൈലബിൾ ആണ്. ഫെബ്രുവരി ഇൻടേക്ക് എല്ലായിടത്തും ഉണ്ട്. മാസിയിലും ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ ഫെബ്രുവരിയും ജൂലൈ ഇൻടേക്കും അവൈലബിൾ ആണ്. ഇനി ഞാൻ പറഞ്ഞ അതേ ഓർഡറിൽ പറയുകയാണ്. IELTS അക്കാഡമിക് 6.5, 6, 7, 7, 7, 7, 6.5, 6.5, 6.5, 6.5 ഈ സ്കോറുകളാണ് IELTSന്. PT-ക്ക് 58, 50 ആൻഡ് 65, 65, 65, 58 ഈ സ്കോറിലാണ്. അപ്പം ചിലയിടത്തൊക്കെ നമ്മൾ പറഞ്ഞ 65 സ്കോർ വേണം, പക്ഷേ ചിലയിടത്ത് 58 പോകുന്നുണ്ട്. നഴ്സിങ്ങിന് 58 മതി ബാച്ചലർ ഓഫ് നഴ്സിങ്ങിന്. മാസ്റ്റേഴ്സിന് 65 എന്നുള്ള ഒരു ബാൻഡും പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഇത് ഉള്ളതാണ്. ആൻഡ് നല്ല റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസാണ്, ന്യൂസിലൻഡിലാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഗൈഡ് ചെയ്യും. ന്യൂസിലൻഡിൻ്റെ എൻറ്റയർ പ്രോസസ്സും പറഞ്ഞുതരാം, UK-യുടെ എൻറ്റയർ പ്രോസസ്സും പറഞ്ഞുതരാം, ഓസ്ട്രേലിയയുടെ എൻറ്റയർ പ്രോസസ്സും കൃത്യമായിട്ട് നഴ്സിംഗ് പ്രോഗ്രാമിൻ്റെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു.